കാർബൺ നാനോ ട്യൂബ്സ് ആണ്. കാർബൺ നാനോ ട്യൂബ്സിന് യൂണീക്ക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അവരുടെ സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ സിംഗിൾ ഷീറ്റ് ഓഫ് ഗ്രാഫൈറ്റ് റോൾഡ് ഇൻ എ ട്യൂബ്സ്. സിംഗിൾ ഷീറ്റ് ഓഫ് ഗ്രാഫൈറ്റ് എന്ത് ചെയ്യാം, ട്യൂബ്സ് ആയിട്ട് റോൾ ചെയ്താണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈച്ച് നാനോ ട്യൂബ്സ് ഈസ് എ സിംഗിൾ മോളിക്യൂൾ കമ്പോസ്ഡ് ഓഫ് മില്യൺസ് ഓഫ് ആറ്റംസ്. ഓരോ നാനോ ട്യൂബ്സ് എടുക്കുകയാണെങ്കിലും അതിലെന്താണ്, അവർ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിലും ഒരുപാട് മില്യൺസ് ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കണം. പിന്നെ അവർ മോളിക്യൂളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഡയമീറ്ററിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. പിന്നെ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രോങ് ആണ്, സ്റ്റിഫ് ആണ്, ഡക്റ്റൈൽ ആണ്. ഒരു സിംഗിൾ നാനോ ട്യൂബ്സ് എടുക്കുകയാണെങ്കിൽ അവർ ടെക്സ്റ്റൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 13 മുതൽ 53 ഗിഗാ പാസ്കൽ വരെയാണ്. പിന്നെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കാർബൺ ഫൈബേഴ്സിനേക്കാളും കൂടുതലായി നമുക്ക് എന്ത് പറയാൻ പറ്റും, കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത് സ്ട്രോങ്ങസ്റ്റ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയാൻ സാധിക്കും. പിന്നെ അവർ ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പറയുന്നത് 1 ടെട്രാ പാസ്കൽ ആണ്. 1 ടെട്രാ പാസ്കൽ എന്ന് പറയുന്നത് 10⁻³ ഗിഗാ പാസ്കലോട് ഈക്വൽ ആയിരിക്കും. പിന്നെ അവരുടെ ഫ്രാക്ചർ സ്ട്രെയിൻ എന്ന് പറയുന്നത് 5% മുതൽ 20% വരെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ലോ ഡെൻസിറ്റീസ് ആയിരിക്കും ഓരോ നാനോ ട്യൂബ്സിനും ഉണ്ടാവും. പിന്നെ കാർബൺ നാനോ ട്യൂബ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരെന്താണ്, സെൻസിറ്റീവ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരാണ്. പിന്നെ അവരുടെ ഓറിയന്റേഷൻ, എക്സഗണൽ യൂണിറ്റ്സിന്റെ ഓറിയന്റേഷൻ കാരണം അവർക്ക് എന്താണ്, ഇലക്ട്രിക്കലി ബിഹേവിയേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ മെറ്റൽ സെമി കണ്ടക്ടേഴ്സിലൊക്കെ ഇലക്ട്രിക്കലി ബിഹേവിയേഴ്സ് ഉണ്ടാവും. പിന്നെ അപ്ലിക്കേഷൻ വരികയാണെങ്കിൽ സ്ട്രെങ്ത് നോക്കുമ്പോൾ കാർബൺ നാനോ ട്യൂബ്സിന് ഹൈ സ്ട്രെങ്ത് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം, സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് എമിറ്റേഴ്സ്